ചേർത്തല തെക്ക് കൊച്ചിറവിളി ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാനന്തരമുണ്ടായ ബാധയിൽ ഒരു പതിറ്റാണ്ടായി പ്രണയത്തിലായിരുന്ന പ്രമാണം വീണ്ടെടുത്ത് ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. കൊച്ചിറവിളി ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാനന്തരമുണ്ടായ ബാധ്യതയിൽ ഒരു പതിറ്റാണ്ടായി പണയത്തിലായിരുന്ന പ്രമാണം വീണ്ടെടുത്ത് ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ഇറക്കുകയും കൂപ്പൺ വിതരണം ചെയ്ത് പണം സമാഹരിക്കുകയും ചെയ്താണ് ഇതിനായി തുക കണ്ടെത്തിയത്. ദേവസ്വം പ്രസിഡന്റ് സലീഷ് ബാലകൃഷ്ണൻ പ്രമാണം ക്ഷേത്രനടയിൽ സമർപ്പിച്ചു. ദേവസ്വം സെക്രട്ടറി അനൂപ് പനക്കൽ പാടത്ത് നേതൃത്വം നൽകി. ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ, സപ്താഹ കമ്മിറ്റി അംഗങ്ങൾ, പ്രാദേശിക സമിതി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠാ ചടങ്ങുകളും വഴി വന്നപ്പോൾ നമുക്കത് ഒന്നിച്ച് ചിലവാക്കാനുള്ള സാമ്പത്തിക സ്രോതസ് അന്നത്തെ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രമാണം വെച്ചിട്ടാണ് ഇതൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. അത് നമുക്ക് അടച്ചു തീർക്കാനായിട്ട് പതിറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടും നമുക്ക് ആ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് നടന്ന വളരെ പ്രയത്നം കൊണ്ട് ഒരു പ്രാദേശിക സമിതി രൂപീകരിക്കുകയും അവരും 2024 നടന്ന സപ്താഹയജ്ഞ കമ്മിറ്റിയും വിവിധ കമ്മിറ്റികൾ കൂടിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ബാങ്കിൽ നിന്നുള്ള പ്രമാണം എടുക്കാൻ പറ്റും. ഇന്ന് ഈ സമയത്ത് ഭഗവാനെ കടപ്പെടുത്തിയ ആ പ്രമാണം നമ്മൾ ഇന്ന് വീണ്ടെടുത്ത് ഭഗവാന് തിരിച്ച് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ സഹകരിച്ച പ്രാദേശിക സമിതി ലക്കിടി കൂപ്പൻ്റെ കമ്മിറ്റികൾക്കും 2024 നടന്ന 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ കമ്മിറ്റിക്കും ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ദേവസ്വത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. നമ്മളൊരു കൂട്ടായ്മ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വലിയൊരു പതിറ്റാണ്ടുകളുടെ സ്വപ്നമായിരുന്നു നമ്മുടെ ഭഗവാന്റെ മണ്ണ് തിരിച്ചു പിടിക്കുക എന്ന്. അതേതായാലും നിറവേറ്റി. അതിലുള്ള സന്തോഷം എല്ലാ ഭക്തജനങ്ങൾക്കും എന്നുള്ളവയിൽ എനിക്ക് അതിലുപരി സന്തോഷമുണ്ട്. ഇതിൽ സഹകരിച്ച മുഴുവൻ ഭക്തജനങ്ങൾക്കും ദേവസ്വത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ദക്ഷിണാമൂർത്തി നാമധേയത്തിൽ പ്രാർത്ഥിച്ചു.